എന്തായാലും വിജയകാര്യത്തിൽ ഞങ്ങൾക്ക് 1% പോലും സംശയമില്ല. ഇന്നലെയും ഞങ്ങൾ അതിൻ്റെ മൊത്തം കണക്കെടുത്തിരുന്നു. അതുകൊണ്ട് ആ കാര്യത്തിൽ 1% പോലും ഞങ്ങൾക്ക് ഡൗട്ടില്ല. MP ആയാൽ ഒരു കേന്ദ്രമന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു എക്കോസിസ്റ്റം എൻ്റെ പാർട്ടിക്കുണ്ട്. നമസ്കാരം. കഴിഞ്ഞ തവണ 93,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് പ്രതാപൻ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ 2,92,000 വോട്ടാണ് BJPക്ക് കിട്ടിയത്, 28% വോട്ട്. അതിന് 27,000 വോട്ട് കൂടുതലാണ് CPIക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്തവണ അവിടെ മത്സരിക്കുന്നത് കെ മുരളീധരനാണ്. കെ മുരളീധരൻ വന്നതോടുകൂടി പിക്ചർ ആകെ മാറിയിരുന്നു. തൃശ്ശൂരിലെ 7 മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് ഉണർവുണ്ടാവുകയും ഒരു വലിയ തോതിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടെങ്കിലും BJP പറയുന്നത് 50,000 വോട്ടിന് സുരേഷ് ഗോപി ജയിക്കുമെന്നാണ്. എന്തൊക്കെ ഘടകങ്ങളാണ് അങ്ങനെ പറയുന്നതിന് കാരണമെന്ന് നമുക്ക് വിലയിരുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപിക്കുള്ള സ്വീകാര്യത തന്നെയാണ് പ്രധാനപ്പെട്ടത്. സ്ത്രീകളെ വോട്ട് അദ്ദേഹത്തിന് ഇത്തവണ കൂടുതൽ കിട്ടുമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം ഏകദേശം 1,90,000 വോട്ടാണ് അദ്ദേഹം പിടിച്ചത്. 1,90,000 വോട്ടാണ് 2014 നിന്ന് 2019 ആകുമ്പോഴേക്ക് അദ്ദേഹം പിടിച്ചത്. 2,92,000 മേലെയാണ് വോട്ട് അദ്ദേഹം പിടിച്ചത്. ഇത്തവണ കെ മുരളീധരനും അതേപോലെ സുനിൽകുമാറും അതേപോലെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഈ നല്ല ഫൈറ്റാണ്. 3 പേരും കെട്ടപിടിക്കുന്ന ആൾ. BJPയുടെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ്. കെ മുരളീധരനാകട്ടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി UDFന് ഇറക്കാൻ അതിലപ്പുറത്തെ ഒരു സ്ഥാനാർത്ഥി ഇല്ല തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന് ഏറ്റവും അധികം പേഴ്സണൽ വോട്ട് പിടിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ഏറ്റവും അധികം പിടിക്കാൻ കഴിവുള്ള ആളാണ്. അതോടൊപ്പം തന്നെ സുനിൽകുമാർ എന്ന് പറയുന്നത് തൃശ്ശൂരിലെ ഓരോ കുട്ടിക്കും അറിയാം സുനിൽകുമാർ ആരാണ്. തോളത്ത് കൈയിട്ട് നടക്കാവുന്ന ബന്ധമാണ് സുനിൽകുമാറിനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഹൃദയബന്ധം ഉള്ള സ്ഥലമാണ് തൃശ്ശൂർ. ഇതുവരെ മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം വിജയിച്ചുള്ള ചരിത്രമാണ് സുനിൽകുമാറിന്. ആദ്യഘട്ടത്തിൽ വലിയ മുന്നേറ്റമാണ് സുനിൽകുമാർ നടത്തിയതെങ്കിൽ പിന്നീട് അത് കെ മുരളീധരൻ ഏറ്റെടുത്തു എന്നുള്ളതാണ് സത്യം. ആദ്യം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സുരേഷ് ഗോപിക്കായിരുന്നു മുൻതൂക്കം. എന്തായാലും ഇത്തവണ 1,42,000 വോട്ടുകൾ പുതിയ വോട്ടുകൾ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുതിയ വോട്ടുകൾ ഉണ്ടായിട്ടുള്ള സ്ഥലം തൃശ്ശൂരാണ്. അങ്ങനെ വരുമ്പോൾ പുതിയ വോട്ടർമാർ ആരെയാണ് പിന്തുണയ്ക്കുക? എല്ലാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂടിയിട്ടുണ്ട്, വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. 77% കഴിഞ്ഞ തവണ പോളിംഗിൽ. ഇപ്രാവശ്യം 72% പോളിംഗ്, അത് 5% കുറവുണ്ട്. എന്നാൽ മൊത്തം വോട്ട് 10.5 ലക്ഷത്തോളം വോട്ടുകൾ പോൾ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വോട്ട് ഇത്തവണ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആർക്കായിരിക്കും ഇത് കിട്ടുക? നമ്മൾ ഏറ്റവും അധികം ഈ മണ്ഡലത്തിൽ ഏറ്റവും പ്രതിഫലിച്ചിട്ടുള്ളത് കേരള ഗവൺമെൻറ്റിനെതിരെ, പിണറായി വിജയനെതിരെയുള്ള വലിയൊരു നെഗറ്റീവ് വോട്ട് ഇത്തവണ എല്ലാ സ്ഥലത്തെയും പോലെ തൃശ്ശൂരിലുമുണ്ട്. അത് കെ മുരളീധരനാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് കെ മുരളീധരൻ വന്നതോടുകൂടിയിട്ട് മോഡി അവിടെ 2 തവണ വന്നതോടുകൂടി മുസ്ലിം ക്രിസ്ത്യൻ വോട്ടിൽ വലിയൊരു തരത്തിൽ ഒരു പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് 2 തരത്തിലാണ് വിഭജിക്കപ്പെടുക. ഒന്ന് സുനിൽകുമാറിന്, 2 കെ മുരളീധരന്. അവസാന ഘട്ടത്തിൽ കെ മുരളീധരന് അനുകൂലമായിട്ടുള്ള വലിയൊരു മുന്നേറ്റം തന്നെ തീരദേശങ്ങളിൽ കംപ്ലീറ്റ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള സർവേ റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ 2,92 വോട്ടെങ്കിൽ ഇത്തവണ സുരേഷ് ഗോപി ഒരു 25,000 വോട്ടിൽ മേലെ സ്വന്തമായി പിടിക്കുള്ളൂ എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 1,00,000 വോട്ട് CPM വോട്ട് ചെയ്യാൻ പറഞ്ഞു എന്നുള്ളതാണ്. കെ മുരളീധരനോട് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് CPM കേന്ദ്രങ്ങളിലെല്ലാം വോട്ട് കുറഞ്ഞു എന്നാണ്. CPMകാർ വോട്ട് ചെയ്തിട്ടില്ല. ചെയ്ത പലരും തന്നെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം സുരേഷ് ഗോപിക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ 1,00,000 വോട്ട് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ 3,92,000 4 ലക്ഷം വോട്ട് ആർക്കാണോ കിട്ടുന്നത് ആ സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം 10 ലക്ഷത്തോളം വോട്ടിൽ ആവറേജ് 4 ലക്ഷം വോട്ട് കിട്ടുന്ന ആ സ്ഥാനാർത്ഥിക്കായിരിക്കും വിജയിക്കുക. അങ്ങനെ വരുമ്പോൾ CPMൻ്റെ 1 ലക്ഷം വോട്ട് മറിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയുണ്ട്. അതായത് 25,000 വോട്ട് അദ്ദേഹം സ്വന്തമായി അഡീഷണൽ പിടിക്കുന്നു. കൂടാതെ ഒരു 75,000 വോട്ട് CPMൻ്റെ വോട്ട്, അതായത് പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം CPMൻ്റെ വോട്ട് ഇവിടെ പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയുകയാണ് അവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന CPIയുടെ നേതാക്കന്മാർ.
അങ്ങനെ വന്നാൽ കലാപം CPIയും CPM തമ്മിൽ വലിയ കലാപം സൃഷ്ടിക്കും എന്നുള്ളതാണ് പറയുന്നത്. സാധാരണ CPM അണികളൊന്നും തന്നെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. 7 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കിട്ടിയത് തൃശ്ശൂരിലും ഗുരുവായൂരിലുമാണ്. ഇത്തവണ ഏറ്റവും അധികം കെ മുരളീധരന് ഭൂരിപക്ഷം കിട്ടുക ഗുരുവായൂർ തന്നെയായിരിക്കും എന്നുള്ളതാണ്. കാരണം തീരദേശ മേഖലയിൽ കംപ്ലീറ്റ് വോട്ട് കിട്ടും. കഴിഞ്ഞ തവണ ഇത്തവണ 4.5 ലക്ഷത്തോളം ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളുണ്ട്. ഈ വോട്ടുകൾ കൃത്യമായിട്ടൊരു 70% കെ മുരളീധരനാണ് പോളി ചെയ്യപ്പെടുന്നതെങ്കിൽ ഇത്തവണ മുരളീധരൻ പാട്ടും പാടി ജയിക്കും എന്നാണ്. മുരളീധരന് കഴിഞ്ഞ വർഷം TN പ്രതാപന് 1 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. ആ 1 ലക്ഷത്തിൻ്റെ വോട്ടിൽ തന്നെ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് മുരളീധരൻ ജയിക്കുമെന്ന് പറയുമ്പോൾ എത്രമാത്രം വോട്ടുകൾ മറിച്ച് ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട്, CPM എത്ര വോട്ട് BJPക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിജയമുണ്ടാകുക എന്നുള്ള വിലയിരുത്തലാണ് പറയുന്നത്. സുരേഷ് ഗോപി പറയുന്ന 50,000 വോട്ടിന് ജയിക്കുക മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകം എന്താ, അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുന്നതാണ്. അതാണ് നമ്മൾ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ കെ മുരളീധരൻ പറഞ്ഞത് കൃത്യമായി കഴിഞ്ഞ വർഷത്തെ അതേ ഭൂരിപക്ഷം കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സുനിൽകുമാർ പറഞ്ഞ എന്താ 30-35,000 വോട്ടിന് ജയിക്കും എന്നുള്ളതാണ്. ഒന്ന് നമുക്ക് എഴുതി തള്ളാൻ പറ്റാത്ത വിധത്തിലുള്ള സ്ഥലമാണെങ്കിലും കെ മുരളീധരനാണ് മുൻതൂക്കം എന്നുള്ള കാര്യമാണ് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. അദ്ദേഹം 35,000-നും 50,000-നും ഇടയ്ക്കുള്ള വോട്ടിൽ വിജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എന്നാൽ വളരെ ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹം കേന്ദ്രമന്ത്രിയാകും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നാളെ വൈകുന്നേരം വരെയെങ്കിലും കാത്തിരിക്കാം, പിന്നീട് 4-ാം തീയതി കാത്തിരിക്കാം. അത്രയും സമയം കൊണ്ട് ആകാംക്ഷയോട് ജനങ്ങൾ ഏറ്റവും അധികം കേരളത്തിലെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമോ, മുരളീധരൻ ജയിക്കുമോ, സുനിൽകുമാർ ജയിക്കുമോ എന്നുള്ളതാണ്. എന്നാൽ നാളെ അല്ലെങ്കിൽ 4-ാം തീയതി അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കൂടെ നാളെ ഒരു ഏകദേശം പ്രതീക്ഷ കിട്ടാം. 4-ാം തീയതി കൃത്യമായിട്ടുള്ള അതിൻ്റെ വിവരങ്ങളും കിട്ടും. നന്ദി, നമസ്കാരം.